SIR പരിഷ്കാരത്തിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ 65 ലക്ഷം വോട്ടർമാരെ ബീഹാറിൽ പുറത്താക്കിയ നടപടിക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജോയ് മല്യയും പുറപ്പെടുവിച്ച ഈ വിധി സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന പൗരൻ്റെ ആവശ്യത്തിന് വഴിതെളിയിച്ചിരിക്കുകയാണ്. 65 ലക്ഷം വോട്ടർമാരെ പുറത്താക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കാരണങ്ങൾ പോലും വിശദീകരിച്ചിരുന്നില്ല. 22 ലക്ഷം പേർ മരിച്ചുപോയെന്നും 36 ലക്ഷം പേർ ബീഹാറിൽ നിന്ന് മാറിപ്പോയി എന്നും 7 ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും പറഞ്ഞാണ് 65 ലക്ഷം പേരെ പുറത്താക്കിയത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയിൽ ഒഴിവാക്കിയവരുടെ പട്ടിക പുറത്തുവിടണമെന്നും അതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ബന്ധപ്പെട്ട ബ്ലോക്ക് ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും ഈ രേഖകൾ പ്രദർശിപ്പിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഈ 65 ലക്ഷം ആളുകളെ എന്തിനാണ് പുറത്താക്കിയത് എന്ന് ഇലക്ഷൻ കമ്മീഷന് വിശദീകരിക്കേണ്ടി വരും. 11 രേഖകൾ ഹാജരാക്കിയാൽ പട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനം. ആ 11 രേഖകളിൽ ആധാർ കാർഡ് ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോടതി പറയുന്നത് പുറത്താക്കപ്പെട്ടവർക്ക് വീണ്ടും സമ്മതിദാനാവകാശത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ രേഖയായി, വോട്ടിങ്ങിനുള്ള രേഖയായി, അർഹതയ്ക്കുള്ള രേഖയായി ആധാർ കാർഡ് ഹാജരാക്കാമെന്നാണ്. അതുപോലെ രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളയുമായി കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ടുകൊള്ളയുമായി പുറത്തുവിട്ട ആരോപണങ്ങൾ ഇപ്പോഴും വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടാൻ കഴിയാതെ ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുമ്പോഴാണ് അടുത്തു നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് അവിടെ അകാരണമായി ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കിയ ലക്ഷക്കണക്കിന് വോട്ടർമാരെ എന്തിനാണ് പുറത്താക്കിയത് എന്ന് വെളിപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഈ സുപ്രീം കോടതി വിധി പുറത്തു വന്നതോടെ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്.